ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഉഴുന്ന് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ എൻ്റെ കയ്യിൽ ഉഴുന്ന് കണ്ടതിന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇതൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. പണ്ടെല്ലാം നമ്മൾ വീട്ടിൽ ഇഷ്ടം മാതിരി ഉഴുന്ന് കൃഷി ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ ഉഴുന്ന് കൃഷി ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ഉഴുന്ന് തരക്കിയിട്ട് ഇതുപോലെ ഉഴുന്ന് കറി വെക്കും, ഉഴുന്ന് പായസം വെക്കും. പിന്നെ ആ ഉഴുന്ന് കൊണ്ട് തന്നെ ഇഡലിയും ദോശയും എല്ലാം ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു കറി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതുപോലെ തന്നെയാണോ ആ കറി ഉണ്ടാക്കിയതെന്നൊന്നും കൂടി പറയണം കേട്ടോ. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഉഴുന്ന് കറി ഉണ്ടാക്കാൻ നോക്കാം. ഇതൊരു പഴയകാല രുചിയാണ് കേട്ടോ. പണ്ട് നമ്മളെ മുത്തശ്ശിമാരും അമ്മമ്മമാരും ഒക്കെ ഉണ്ടാക്കി തരുന്ന ഒരു തനി നാടൻ കറിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഉഴുന്നെല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടുമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഉഴുന്ന് കറി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെയുള്ള ഒരു മുഴുവൻ ഉഴുന്നാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഉഴുന്നിലാണ് കൂടുതലും ആക്കിയിട്ട് നോക്കിയിട്ടുള്ളതും കഴിച്ചിട്ടുള്ളതും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഉഴുന്നിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഉഴുന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച ഉഴുന്ന് ഈ ചീനച്ചട്ടിയിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഉഴുന്നിനെ നന്നായിട്ട് വറുത്തെടുക്കണം. ഉഴുന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. എന്നാൽ അധികം അങ്ങോട്ട് ഇട്ട് മൂപ്പിക്കുകയും വേണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉഴുന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നിക്ക് നിങ്ങൾക്കത് മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന്റെ ചൂളി ഒന്ന് നമുക്ക് പാറ്റിക്കളയണം. നമ്മുടെ നാട്ടിലെല്ലാണെങ്കിൽ അമ്മിക്കല്ലിൽ ഇട്ടിട്ട് ഒന്ന് തരക്കി എടുത്തിട്ട് മുറത്തിലിട്ടിട്ട് ഒന്ന് പാറ്റിയിട്ട് അതിന്റെ ചൂളി കളഞ്ഞെടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് നാട്ടിൽ ഇപ്പൊ അമ്മിയും അമ്മിക്കല്ലും ഒന്നും ഇല്ലാതെ സാഹചര്യത്തിൽ നിൽക്കുന്നവരായിരിക്കും കൂടുതൽ ആൾക്കാർ ഇന്നത്തെ കാലത്ത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്ത് എടുത്താൽ മതി കേട്ടാ. അപ്പോ നന്നായിട്ട് അത് തരങ്ങി കിട്ടും. ഉഴുന്നൊന്ന് തരങ്ങിയിട്ട് വരും. അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് വേണ്ടിക്ക് മുറവില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു പ്ലേറ്റിലിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പാറ്റിയെടുക്കാം. അതിന്റെ ചൂളി ഒന്ന് പാറ്റിക്കളയാം. അതും അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ തന്നെ ഒരു ഇടിക്കല്ല് ഉണ്ടാവും അല്ലെ? എന്തായാലും ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വറുത്ത ഉഴുന്നിനെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നിങ്ങനെ കുത്തിയെടുത്താൽ മതി കേട്ടാ. നന്നായിട്ട് ചൂളി പോവും. ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കല് കേട്ടാ. അപ്പോൾ ആദ്യം നമുക്കിത് വറുത്ത് അങ്ങനെ ചൂളിയെല്ലാം ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പൊ ഞാനിവിടെ ആ ഉഴുന്നെല്ലാം കരക്കി നന്നായിട്ട് പാറ്റി അതിന്റെ ചൂളിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ട് ചില ഉഴുന്നൊന്നും പൊട്ടാണ്ടും പിന്നെ കുറച്ച് കറുപ്പ് കളറുള്ള ചൂളിയെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് മാക്സിമം കളഞ്ഞെടുത്തു. അതിനുശേഷം ഇത്തിരിയെല്ലാം ഉണ്ടായതും കുഴപ്പമൊന്നുമില്ല, നല്ലതാ. അപ്പോൾ ഇതിനൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ആദ്യം നമുക്കിത് കഴുകിയെടുക്കാം. ഞാനിപ്പോ ഇവിടെ ഉഴുന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ തരക്കി വെച്ച് ഉഴുന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഉഴുന്ന് വേവിക്കാൻ ആവശ്യത്തിനുള്ള. അപ്പൊ നമുക്ക് ആ കുക്കറിലെ വെള്ളത്തിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉഴുന്നിന് നല്ല വേവുണ്ട്, അതുകൊണ്ട് ഒരു 5-8 വിസിൽ എന്തായാലും വേണ്ടി വരും. അപ്പൊ നമുക്ക് മൂടി വെച്ച് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. ഒരു 8 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് ഉഴുന്ന് നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഒരു പിടി തേങ്ങയും കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നമുക്ക് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്നാട വേവട്ടെ, നമുക്ക് അത് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച ഉഴുന്ന് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതുവരെയായിട്ട് ഇതിൻ്റെ അകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഉഴുന്ന്, പരിപ്പ്, പയറ് വർഗ്ഗങ്ങളെല്ലാം വേവിക്കുമ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്താൽ ഇതെല്ലാം വേവാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ പൊതുവെ വെന്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്തെല്ലാം ഉപ്പ് ചേർത്ത് കൊടുക്കലുള്ളൂ കേട്ടോ. നിങ്ങൾ ഉഴുന്ന് വറുത്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് മൂപ്പ് കൂടി പോവാ വെച്ചാൽ ചെറുതായിട്ടൊരു ചുവപ്പ് കളർ അടിച്ചു പോയില്ലെങ്കിൽ ഉഴുന്നിന് അടിച്ചു പോയില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട. കുറച്ചധികം വിസിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ച് ടൈം വേവല് കൂടുതൽ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് തരക്കിയെടുക്കുന്നതാണെങ്കിൽ ഒരു 2-3 വിസിൽ തന്നെ ഉഴുന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ ഞാനിവിടെ വറുത്തെടുത്ത സമയത്ത് ചെറുതായിട്ട് ഉഴുന്ന് മൂത്ത് പോയിന്. അപ്പൊ ഒരു 4-5 വിസിൽ കൊണ്ട് തന്നെ എൻ്റെ ഉഴുന്ന് വെന്ത് കിട്ടീന് കേട്ടോ. കണ്ടോ?
ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ എന്നുവെച്ചാൽ ഒരു പിടി തേങ്ങ ഉണ്ടാവും, ഒരു പിടി തേങ്ങയും ഒരു 1/4 സ്പൂണ് ജീരകവും കൂടിയിട്ട് മിക്സിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇത് ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേവിച്ച് വെച്ച് ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ കൂട്ട് നമ്മൾ വേവിച്ച് വെച്ച ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എത്രയാ ഇതിന് കറിന്റെ ലൂസ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇത് കുറച്ച് ഉഴുന്നാകുമ്പോൾ കുറച്ച് കഴിയുമ്പം അത് കുറച്ചൊരു മുഴുപ്പ് വരും. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാം കറക്റ്റ് ആണോ നോക്കുക. ഇല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പണ്ടത്തെ അമ്മമാരെല്ലാം വെക്കുന്ന ഒരു നാടൻ കറിയാണ് ഈ കറി. ഇതുവരെ ട്രൈ ചെയ്യാത്തവര് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. നമ്മളിപ്പം മുളക് പൊടിയായാലും മഞ്ഞൾപ്പൊടിയായാലും ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു മൈൽഡായിട്ട് ഇട്ട് കൊടുത്താൽ മതി, അധികം കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോഴാണ് ആ ഉഴുന്ന് കറീന്റെ ശരിക്കുള്ളൊരു തനതായ ടേസ്റ്റ് വരിക. അധികം മുളക് പൊടി ഇട്ടാൽ കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. എനിക്കൊരു മൈൽഡ് ടേസ്റ്റ് ആണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റ് ആണ്. വീട്ടിലെല്ലാം നല്ലോണം ഉഴുന്ന് കൃഷി ചെയ്യുന്നതായിരുന്നു നമ്മളെല്ലാം വീട്ടിൽ. അപ്പം ഇപ്പോഴും കൃഷിയുണ്ട്. അന്നേരം അധികം ഉഴുന്ന് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ കറി കർക്കിടക മാസവും ആയാല് ഈ കറി അധികം ഉണ്ടാവും. കാരണം വേറെ ഒന്നും ചെലവില്ലല്ലോ, കാരണം എളുപ്പത്തിലാകുന്ന ഈ കറി ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല് ഉഴുന്ന് ഒന്ന് വറുത്തിട്ട് തരക്കിയിട്ട് ഒന്ന് പാറ്റിയിട്ട് എടുക്കണം, അതേ ഉള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളാണ്. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടാ. പണ്ട് എൻ്റെ അമ്മമ്മയെല്ലാം പറയും ഇത് ആട്ടിറച്ചിക്ക് സമാനം ഈ ഉഴുന്ന് കറി എന്നെല്ലാം പറയും. കാരണം പണ്ട് നമ്മള് ഉഴുന്ന് കറി വെച്ചിട്ടുമ്പോ അയ്യോ ഇന്ന് ഉഴുന്ന് കറിയാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും ആ ഉഴുന്ന് കറി തന്നെ ആട്ടിറച്ചി തിന്നുന്നതിന് സമാനം എന്ന് പറയും. കാരണം ഉള്ള തന്നെയാണ് കേട്ടോ. കാരണം നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള അടിപൊളി കറിയാണ്, ഹെൽത്തി ആണ്. എന്നാൽ അധികം സ്പൈസസോ ഒന്നുമില്ല. അതാ ഞാൻ പറഞ്ഞ മൈൽഡ് ആയിട്ടുള്ള മസാലാസ് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് ആകെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ്, പിന്നെ ഉപ്പും പിന്നെ തേങ്ങയും ജീരകവും, കറിയായി. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടുക, അല്ലെങ്കിൽ സവാള ആണെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്താൽ കറി റെഡിയാണ്. ഏറ്റവും മസാല കുറഞ്ഞിട്ടാക്കാൻ പറ്റുന്ന ഒരു തനി നാടൻ കറിയാണ് കേട്ടോ. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. നമ്മള് തേങ്ങയും ജീരകവും കൂടിയിട്ട് അരച്ചിട്ട് ഒഴിച്ചിട്ട് ഇപ്പം ഉഴുന്ന് കറി നന്നായിട്ട് തിളച്ച് ചാറെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ട. ഈ ഒരു ഫോമിൽ നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. ഇതിന് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി കുറുകി വരും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നല്ല നാടൻ കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാടൻ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇങ്ങനെയുള്ള കറിക്കെല്ലാം കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോഴല്ല ആഹാ എന്താ മണം, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഈ വാങ്ങാൻ നേരത്തെ ഒരു കറിവേപ്പില ഇട്ട് കൊടുത്താൽ കറീൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ലെവലിലെത്തും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ? നമ്മുടെ ഉഴുന്ന് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഉള്ളിയാണ് വറുത്തിട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി വറുത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കിനി വറുത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ ഉഴുന്ന് കറിക്ക് വറുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറിയാകുമ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തിടുന്നതാണ് കേട്ടാ നല്ലത്. നല്ല ടേസ്റ്റ് കൂടുന്നതും വെളിച്ചെണ്ണയിൽ വറുത്തിടുമ്പോഴാണ്. ഇനി അതിലേക്ക് ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒരു ഗോൾഡൻ കളറാകുന്നവരെ നമുക്കിത് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളി ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമ്മളെ ഉള്ളിയുടെ മൂത്ത് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നമ്മളെ ഉഴുന്ന് കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം.
അപ്പൊ നമ്മളെ നാടൻ ഉഴുന്ന് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? ഉണ്ടാക്കാനും എളുപ്പമാണ് അല്ലെ? അപ്പൊ ഇതുപോലെ ഉഴുന്ന് കറി ഉണ്ടാക്കാത്തവര് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.